ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടാനും അതുപോലെ അതിലത്തെ ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് നോക്കാനുമാണ് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ സിലബസ് ഒക്കെ മാറിയല്ലേ, പുതിയ സിലബസ് ആണ്. പുതിയ സിലബസിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ബുക്സ് ഒക്കെ കിട്ടിയില്ലേ? പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടന്റ് ഒന്ന് നോക്കാം. പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് മൊത്തം 3 യൂണിറ്റാണ് വരുന്നത്. ഓരോ യൂണിറ്റിലും 2 പാഠം വീതമാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ യൂണിറ്റിൽ ആൻ അംബ്രല്ല ഫോർ ഓൾ എന്ന് പറയുന്ന ഫസ്റ്റ് പാഠവും രണ്ടാമത്തേത് സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ എന്ന് പറയുന്ന ഒരു പാഠവുമാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിൽ എ പീസ് ഓഫ് കേക്ക് എന്നും ലില്ലി ആൻഡ് ദ ബിയർ എന്ന് പറയുന്ന ഒരു പാഠവുമാണ് തന്നിട്ടുള്ളത്. മൂന്നാമത്തെ യൂണിറ്റിൽ ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന ഒരു പാഠവും അതേപോലെ പീപ്പ് ദ പെൻക്വിൻ എന്ന് പറയുന്ന ഒരു പാഠവുമാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ പാഠങ്ങളെല്ലാം റീഡ് ആൻഡ് റീജോയ്സ് ചെയ്യാനുള്ള പാഠങ്ങളാണ്. റീഡ് ആൻഡ് റീജോയ്സ് എന്ന് പറഞ്ഞാൽ വായിക്കുക, സന്തോഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരുപാട് കഥകളും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെയുള്ള നല്ലൊരു ബുക്കാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലെ ഫസ്റ്റത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം, അതായത് യൂണിറ്റ് 1ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ആൻ അംബ്രല്ല ഫോർ ഓൾ. അവിടെ ഒരു ബേർഡ്സും റാറ്റും ആൻറ്റും മഷ്റൂമും എല്ലാം ഉള്ള ഒരു നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പാഠഭാഗം വിശദമായിട്ടൊന്ന് നോക്കാം. ലെറ്റ്സ് റീഡ്. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. ഒരു ചെറിയ ഉറുമ്പ് ഫുഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞുകൊണ്ടിരിക്കുക. സഡൻലി പെട്ടെന്ന് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ന്യൂ വേർഡ്സിൻ്റെ എല്ലാം മീനിങ്സ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാരൻ നല്ല നോക്കണം. ഐ ആം ഓൾ വെറ്റ്. ഞാൻ എല്ലാതും നനഞ്ഞു, ഞാൻ ഫുള്ള് നനഞ്ഞു. വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽട്ടർ. എവിടുന്നാണ് ഞാൻ താമസ സ്ഥലം കണ്ടുപിടിക്കുക? ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം. ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ആൻഡ് എല്ലായിടത്തും നോക്കി. ഉറുമ്പ് എല്ലായിടത്തും നോക്കുകയാണ്, എവിടെയാണ് എനിക്ക് താമസ സ്ഥലം കിട്ടുക, മഴ നനഞ്ഞു പോവുമല്ലോ ഞാൻ എന്ന് ആലോചിച്ചിട്ട് എല്ലായിടത്തും നോക്കുകയാണല്ലേ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ. ആൻഡിന് എവിടെ നിന്നാണ് താമസ സ്ഥലം ലഭിക്കുക? അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത പേജ് നോക്കാം. അവിടെ ഒരു നീല ബോക്സിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ദ ജെന്റിൽ റെയിൻ ടേൺ ഇൻ ടു എ ഹെവി ഷവർ. അതായത് മൃദുലമായ മഴയായിരുന്നു, അതെന്തായി മാറി? നല്ല കനത്ത മഴയിലോട്ട് മാറിയല്ലേ. ആദ്യം ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് കനത്ത മഴയായി മാറി. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്. ആൻഡ് വേഗത്തിൽ നടന്നു പോവുകയാണ്. ഫാർ എവേ ഹി സോ സംതിങ്. അകലെ അവൻ എന്ത് കണ്ടു? എന്തോ ഒന്ന് കണ്ടു അല്ലേ. എന്താണ് കണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. ദ ആൻഡ് സോ എ ടൈനി മഷ്റൂം. അപ്പം ആൻഡ് എന്താണ് കണ്ടത്? ഒരു ടൈനി മഷ്റൂം. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂണാണല്ലേ. മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണാണ് എന്ന് കൂട്ടുകാരെല്ലാവരും അറിയാം. ടൈനി എന്ന് പറഞ്ഞാൽ ചെറിയ. അപ്പോൾ അവൻ ചെറിയ ഒരു കൂണ് കാണുകയാണ്. ഹി റാൻ ടുവാർഡ്സ് ദ മഷ്റൂം. അപ്പം എന്താണ്? അവൻ ഓടുകയാണ് മഷ്റൂമിൻ്റെ അടുത്തേക്ക്. ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ നേരെ അല്ലെങ്കിൽ അടുത്തേക്ക് എന്നൊക്കെ പറയാം. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. അപ്പം അതെന്താണ്? റെഡ് കളറാണല്ലേ മഷ്റൂം. ദർ വർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ പാടുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു റെഡ് മഷ്റൂമിൻ്റെ മേലെ യെല്ലോ സ്പോട്ട്സും ഉണ്ട്. ഐ ഷാൾ മേക്ക് ഇറ്റ് എൻ അംബ്രല്ല. അപ്പോൾ ആൻഡ് വിചാരിക്കുകയാണ്, എനിക്കിതൊരു അംബ്രല്ലയാക്കി മാറ്റാം. അംബ്രല്ല പറഞ്ഞാൽ എന്താണ്? കുടയാണല്ലേ. അപ്പോൾ ആൻഡിന് ഇതൊരു അംബ്രല്ലയാക്കി മാറ്റാമെന്ന് മനസ്സിലായി. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. അപ്പോൾ ആൻഡ് എന്താണ്? അതിൻ്റെ താഴെ. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു. അപ്പോൾ ആ ഒരു മഷ്റൂമിൻ്റെ താഴെ ആൻഡ് ഇരുന്നു. അപ്പോൾ അതൊരു അംബ്രല്ലയായി മാറുകയാണ് ആൻഡിന്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ മഷ്റൂം ഈസ് എൻ അംബ്രല്ല ഫോർ ദ ആൻഡ്. വൈ? മഷ്റൂം ആൻഡിന് ഒരു അംബ്രല്ലയായിട്ട് തോന്നുകയാണ്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഞാൻ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. ദ മഷ്റൂം ഈസ് ബിഗർ ദാൻ ദ ആൻഡ്. ആൻഡിനേക്കാൾ മഷ്റൂം വലുതാണ്, അതുകൊണ്ടാണ് ആൻഡിന് അതൊരു അംബ്രല്ലയായി തോന്നിയത്. നമുക്ക് അടുത്ത പേജ് നോക്കാം. ദ റെയിൻ കം ഡൗൺ ഹെവിലി. അപ്പം എന്താണ്? റെയിൻ താഴോട്ട് നന്നായി ശക്തമായി പെയ്യുകയാണ്. ദ ആൻഡ് സാറ്റ് അണ്ടർ ദ മഷ്റൂം ലുക്കിംഗ് അറ്റ് ദ റെയിൻ. അപ്പോൾ ആൻഡ് ആ മഷ്റൂമിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് ആ റെയിൻ നോക്കി കാണുകയാണ്. ഹി സോ എ ബട്ടർഫ്ലൈ. അവനൊരു ബട്ടർഫ്ലൈയെ കണ്ടു. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രശലഭമാണല്ലേ. ഹെർ വിങ്സ് വർ വെറ്റ്. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകാണ്. അവളുടെ വിങ്സ് ഒക്കെ ആകെ നനഞ്ഞു പോയിട്ടുണ്ട്. ദ ബട്ടർഫ്ലൈ കെയിം നിയർ ദ മഷ്റൂം. മഷ്റൂമിൻ്റെ അടുത്തേക്ക് ബട്ടർഫ്ലൈ വരികയാണ്.
എ ബട്ടർഫ്ലൈ സ്ലോവ്ലി കെയിം നിയർ ദ മഷ്റൂം. ഒരു ബട്ടർഫ്ലൈ മഷ്റൂമിൻ്റെ അടുത്തേക്ക് പതുക്കെ, സ്ലോവ്ലി പറഞ്ഞ പതുക്കെ വരുന്നുണ്ട്. ഐ എം സോ വെറ്റ് ഐ കാൺ ഫ്ലൈ പ്ലീസ് ലെറ്റ് മീ ഇൻ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നന്നായി നനഞ്ഞു, എനിക്ക് പറക്കാൻ സാധിക്കുന്നില്ല. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക. പ്ലീസ് ലെറ്റ് മീ ഇൻ, ദയവ് ചെയ്ത് എന്നെ അകത്തേക്ക് കയറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ആൻഡ് പറയുന്നത്? ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ, ഞാൻ എങ്ങനെയാണ് നിന്നെ അകത്തേക്ക് കടത്തുക? ദർ ഇസ് നോ സ്പേസ് ഫോർ യു, ഇവിടെ നിനക്ക് സ്ഥലമില്ല. സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെ നിനക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമില്ല. സെഡ് ദ ആൻഡ് പറയുകയാണ്, പ്ലീസ് ഐ ഷാൽ സിറ്റ് ക്ലോസ് ടു യു, പ്ലീസ് ഞാൻ നിന്നോട് ചേർന്നിരുന്നോളാം എന്ന് പറയുകയാണ് ബട്ടർഫ്ലൈ. ഓക്കെ ദ ആൻഡ് എഗ്രീഡ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അല്ലെങ്കിൽ സമ്മതം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആൻഡ് സമ്മതിക്കുകയാണ്. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ, ബട്ടർഫ്ലൈ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ക്യാൻ ദ ബട്ടർഫ്ലൈ സീറ്റ് അണ്ടർ ദ മഷ്റൂം, വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു. ബട്ടർഫ്ലൈ ആ മഷ്റൂമിൻ്റെ താഴെ ഇരുന്നിട്ടുണ്ടാകുമോ, അവർക്ക് അവിടെ സ്പേസ് ഉണ്ടായിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത പേജ് നോക്കാം. ദ ആൻഡ് മൂവ്ഡ് ഓവർ ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. ആൻഡ് കുറച്ച് നീങ്ങിയിരുന്നിട്ട് ആ ഒരു ബട്ടർഫ്ലൈക്ക് സ്പേസ് കൊടുക്കുകയാണ്. ദേ വാച്ച്ഡ് ദ റെയിൻ, അവർ റെയിന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെയിന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സഡൻലി പെട്ടെന്ന് സംബഡി റാൻ ഇൻ, ആരോ പെട്ടെന്ന് ഓടി വരികയാണല്ലേ. അപ്പോൾ നമുക്ക് ആ ബാക്കി നോക്കാം. സ്ക്യൂക്ക് സ്ക്യൂക്ക് സ്ക്യൂക്ക്. അപ്പോൾ സ്ക്യൂക്ക് എന്ന് പറയുന്നത് ഒരു കിറുകിറു ശബ്ദം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബേർഡോ അല്ലെങ്കിൽ മൗസിൻ്റെ സൗണ്ടാണ് സ്ക്യൂക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചിലയ്ക്കുന്ന ഒരു സൗണ്ടിനെയാണ് നമ്മൾ സ്ക്യൂക്ക് എന്ന് പറയുക. എ മൗസ് കെയിം ദ റണ്ണിങ്, ഒരു മൗസ് ഓടി കിതച്ച് വരികയാണ്. ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ, ഫ്രണ്ട്സ് എന്നെ ഉള്ളിലേക്ക് കടത്താമോ? ഐ ആം വെറ്റ് ഓൾ ഓവർ, ഞാൻ നന്നായി നനഞ്ഞിരിക്കുന്നു. ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ, അപ്പോൾ ബട്ടർഫ്ലൈ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ നിന്നെ ഉള്ളിലേക്ക് കടത്തുക? ദർ ഈസ് നോ റൂം ഹിയർ, ഇവിടെ റൂമൊന്നും ഇല്ല. അപ്പോൾ എന്താണ് ബട്ടർഫ്ലൈ അങ്ങനെ പറയുകയാണല്ലേ മൗസിനോട്, പ്ലീസ് ഗീവ് മീ സം സ്പേസ്, പ്ലീസ് എനിക്ക് കുറച്ച് സ്പേസ് തന്നാൽ മതി. ദ മൗസ് ക്രൈഡ്, മൗസ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ദ ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ, അപ്പോൾ ആൻഡും ബട്ടർഫ്ലൈയും ഒന്നും കൂടെ അടുത്തിരിക്കുകയാണ്. ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ, എന്നിട്ട് മൗസിന് സ്പേസ് കൊടുക്കുകയാണ്, മൗസ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്താണ്? വിൽ ദ റെയിൻ സ്റ്റോപ്പ്, റെയിൻ സ്റ്റോപ്പ് ആയിട്ടുണ്ടോ? ക്യാൻ ദേ ഗോ ഹോം, അവർക്ക് വീട്ടിലോട്ട് പോകാൻ സാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത പേജ് നോക്കാം. ദ റെയിൻ വെൻറ്റ് ഓൺ ഈവൻ ഹാർഡർ, അപ്പോൾ എന്താണ്? റെയിന് നന്നായിട്ട് പെയ്യുകയാണ്. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, എ ലിറ്റിൽ സ്പാരോ വാക്ക് ടുവാർഡ്സ് ദ മഷ്റൂം, ഒരു ലിറ്റിൽ സ്പാരോ, ഒരു ചെറിയ കുരുവി ആ ഒരു മഷ്റൂമിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. ക്രൈയിങ്, അവൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അല്ലേ. ഷീ കുഡ് നോട്ട് ഫ്ലൈ, അവൾക്ക് പറക്കാൻ സാധിക്കുന്നില്ല. കുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ കഴിയുന്നില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നാണ് കേട്ടോ. റെയിൻ ഡ്രോപ്സ് വർ ഡ്രിപ്പിംഗ് ഫ്രം ഹെർ വിങ്സ്, റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ, ഡ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ തുള്ളിയായി വീഴുക എന്നാണ് അർത്ഥം. അപ്പോൾ മഴത്തുള്ളികൾ അവളുടെ ചിറകിൽ നിന്ന് തുള്ളിയായി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. വിൽ ദേ ലെറ്റ് ദ സ്പാരോ ഇൻ, സ്പാരോയെ അവരകത്തേക്ക് കടത്തുമോ എന്ന് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് അപ്പ് ടു ദ മഷ്റൂം, ഹോപ്പ്ഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ചാടി എന്നാണ്. അപ്പോൾ ആ ഒരു ലിറ്റിൽ സ്പാരോ മഷ്റൂമിലേക്ക് ചാടി ചാടി വരുന്നുണ്ട് അല്ലേ. ഐ ആം സോ ടയേർഡ്, ഞാൻ നന്നായി, ടയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണിച്ചു, ഞാൻ നന്നായി ക്ഷീണിച്ചു. ക്യാൻ ഐ സിറ്റ് വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ദ സ്പാരോ ക്രൈഡ് എലൗഡ്, എലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കെ എന്നാണ് അർത്ഥം. ആ ഒരു സ്പാരോ നന്നായി ഉറക്കെ കരയുകയാണ്. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, ഇവിടെ റൂമുകളൊന്നും ഇല്ല എന്ന് ആരാണ് പറയുന്നത്? ദ മൗസ് സെഡ്, മൗസാണ് പറയുന്നത്. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ, നിങ്ങൾക്ക് കുറച്ച് നീങ്ങിയിരുന്നൂടെ പ്ലീസ് എന്നാണ് ചോദിക്കുന്നത്. ദ സ്പാരോ പ്ലീഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപേക്ഷിച്ചു എന്നതാണ്. അപ്പോൾ ആ കുരുവി അപേക്ഷിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ച് നീങ്ങിയിരുന്നൂടെ എന്നുള്ളത്. ദേ മൂവ്ഡ് ഓവർ ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ് ഫോർ ദ സ്പാരോ ടു, ആൻഡും ബട്ടർഫ്ലൈയും മൗസും കുറച്ച് നീങ്ങിയിരുന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് സ്പാരോക്ക് അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അടുത്ത പേജ് നോക്കാം കേട്ടോ. ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ് ആൻഡ് ദ സ്പാരോ സാറ്റ് അണ്ടർ ദ മഷ്റൂം. അപ്പോൾ ആൻഡായി, ബട്ടർഫ്ലൈ, മൗസ്, സ്പാരോ ഒക്കെ ആ മഷ്റൂമിൻ്റെ താഴെ ഇരിക്കുകയാണ്. സഡൻലി ദേ ഹിയർഡ് എ ലൗഡ് ക്രൈ, പെട്ടെന്ന് തന്നെ അവരൊരു ഹിയർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു.
പെട്ടെന്ന് അവരൊരു ഉറക്കെയുള്ള സൗണ്ട്, അതായത് ഉറക്കെയുള്ള ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ദേ സോ എ റാബിറ്റ് റഷിങ് ടുവാർഡ്സ് ദം. ഒരു റാബിറ്റിനെ അവർ കാണുകയാണ്. റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുയലാണല്ലേ. അവരൊരു മുയലിനെ കാണുകയാണ്. ആ മുയൽ റഷിങ് മീൻസ് കുതിക്കുക. ആ മുയൽ അവരുടെ അടുത്തേക്ക് കുതിച്ച് വരികയാണ്. ഹിസ് ഐസ് വെർ ഫിൽഡ് വിത്ത് ഫിയർ. അവൻ്റെ ഐസ് ഒക്കെ എന്താണ്? ഫിൽഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുക. അതേപോലെ ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കണ്ണുകളിലൊക്കെ എന്താണ്? പേടി നിറഞ്ഞു നിൽക്കുകയാണ്. ഹിസ് സോഫ്റ്റ് ഫർ ഹാഡ് പാച്ചസ് ഓഫ് മഡ്. ഫർ എന്ന് പറഞ്ഞാൽ രോമമാണ്, മഡ് എന്ന് പറഞ്ഞാൽ ചെളിയാണ് കേട്ടോ. അവൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള എന്താണ് രോമങ്ങളിലെല്ലാം മഡ് ചെളി നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ബാക്കി സംഭവിച്ചത് എന്ന് നോക്കാം. വൈ വാസ് ദ റാബിറ്റ് ക്രൈ? എന്തിനാണ് റാബിറ്റ് കരയുന്നത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം കേട്ടോ. എ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. മഷ്റൂമിൻ്റെ അടുത്തേക്ക് റാബിറ്റ് ഓടി വരികയാണ്. സേവ് മീ പ്ലീസ് ഹി ക്രൈഡ്. എന്നെ സംരക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റാബിറ്റ് കരയുകയാണ്. ഹൈഡ് മീ. എ ഫോക്സ് ഈസ് ചേസിങ് മീ. ചേസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേട്ടയാടുക എന്നാണ് അർത്ഥം. ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിപ്പിക്കുക എന്നതാണ് അർത്ഥം കേട്ടോ. അപ്പോൾ റാബിറ്റ് എന്താണ് പറയുന്നത്? എന്നെ ഒളിപ്പിക്കൂ, എന്നെ ഒരു ഫോക്സ് മീൻസ് ചെന്നായ എന്നെ വേട്ടയാടാൻ വരുന്നുണ്ട് എന്ന് പറയുകയാണല്ലേ. ദ റാബിറ്റ് ഇറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. അപ്പോൾ റാബിറ്റ് എന്താണ്? ഷിവറിങ് മീൻസ് എന്താണ്? വിറയ്ക്കുക. പേടി കൊണ്ട് റാബിറ്റ് വിറയ്ക്കുകയാണല്ലേ. പൂവർ റാബിറ്റ് സെഡ് ദ ബട്ടർഫ്ലൈ. അപ്പോൾ ബട്ടർഫ്ലൈ എന്താണ് പറയുന്നത്? പാവം ഉണ്ടല്ലോ ആ റാബിറ്റ് എന്ന് പറയുകയാണ്. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം. നമുക്ക് കുറച്ച് നീങ്ങിയിരുന്നിട്ട് അവനെ നമുക്ക് ഉള്ളിലേക്ക് ഇരുത്താം. സെഡ് ദ ആൻഡ് പറയുകയാണ് നമുക്ക് കുറച്ച് നീങ്ങിയിരുന്നിട്ട് അവനെ ഉള്ളിലേക്ക് ഇരുത്താമെന്ന് ആൻഡാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്. ഫോക്സ് ആ റാബിറ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്. എങ്ങനെയായിരിക്കും ആ റാബിറ്റിനെ അവരെല്ലാവരും കൂടെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവുക? അപ്പം ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫോക്സ് റാബിറ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമോ? റാബിറ്റിന് പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ പാഠഭാഗങ്ങളും കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കുക. ഇതിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്സും എല്ലാം കൂട്ടുകാരൊന്ന് നോക്കണേ. ന്യൂ വേർഡ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ കൂട്ടുകാർക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ എത്രയും വേഗം നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.